അപ്പോൾ ഗൈസ്, നമുക്ക് ജോർജിയയിൽ പാർട്ട് ടൈം ജോബ് എളുപ്പത്തിൽ കിട്ടുമോ, സ്റ്റുഡൻസിന് ഇവിടെ വർക്ക് ചെയ്യാവോ, എത്രയാണ് സാലറി, ഇതൊന്നും അറിയാതെ നിങ്ങളിവിടെ വന്നാൽ അത് വല്ലാത്തൊരു മിസ്റ്റേക്ക് ആയിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ജോർജിയയിൽ എളുപ്പത്തിൽ പാർട്ട് ടൈം ജോബ് കിട്ടുമോ ഇല്ലയോ എന്നറിയാനുള്ള നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാ ഡീറ്റെയിലും ഈ വീഡിയോയിലുണ്ട്. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് വരെ കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവൂ. കുറേ പേരിവിടെ വരാൻ വേണ്ടി നിൽക്കുമായിരിക്കും. വർക്കിനായാലും സ്റ്റുഡൻസ് ആയാലും എല്ലാം നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം വരാൻ. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് ഒരാൾ മെസ്സേജ് ഇട്ടായിരുന്നു, ഇതേപോലെ പാർട്ട് ടൈം ജോബ് ഇവിടെ ഉണ്ടോ ഇല്ലയോ എല്ലാം. ഞാൻ ഇതിനു മുന്നേ കുറച്ച് ജോർജിയ റിലേറ്റഡ് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, ലൈസൻസിനെ പറ്റി, വർക്ക് പെർമിറ്റിനെ പറ്റിയെല്ലാം. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓരോ പോയിൻ്റായിട്ട് പറയാം. അപ്പോൾ എല്ലാവരും ഒരു ചോദ്യമായിരിക്കും, ജോർജിയയിൽ പാർട്ട് ടൈം ജോബ് ഉണ്ടോ? ഇവിടെ ജോർജിയയിൽ പാർട്ട് ടൈം ജോബ് എല്ലാം ഉണ്ട്. സ്റ്റുഡൻസ് ആയാലും ഫോറിനേഴ്സിനായാലും എല്ലാം നല്ല ചാൻസാണ് ഇവിടെ ജോലിയൊക്കെ കിട്ടാൻ. ബേസിക് ലാംഗ്വേജ് മതി, ഇംഗ്ലീഷ് അറിഞ്ഞാൽ കുറേ കടകളിൽ ഇവിടെ കിട്ടും. അല്ലാതെ ചില കടകളിൽ മാത്രം റെസ്ട്രിക്ഷൻ കാണും, ജോർജിയൻ കൂടെ ഭാഷ അറിഞ്ഞാലേ അവർ കയറ്റുള്ളൂ, അങ്ങനെ കാണും. പക്ഷെ അത് നമുക്കൊരു വിഷയമല്ല, ഇംഗ്ലീഷാണ് മെയിൻ ബേസിക്. അത് കിട്ടുവാണെങ്കിൽ അത് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വർക്ക് ചെയ്യാം. പിന്നെ എവിടെയൊക്കെയാണ് പോപ്പുലറായിട്ട്, എവിടെയൊക്കെയാണ് റെസ്റ്റോറൻറ്റ്, കഫേ, അത് നമുക്ക് വെയിറ്റർ, ഹെൽപ്പർ അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കാം. കിച്ചണിൽ ഹെൽപ്പറൊക്കെ ആയിട്ടൊക്കെ നിൽക്കാം, അങ്ങനെയൊക്കെയാണ്. പിന്നെ സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ കാഷ്യറിലായിട്ട് നിൽക്കാം, സാധനമൊക്കെ എടുത്തു വയ്ക്കാനായിട്ട് ഹെൽപ്പറായിട്ട് നിൽക്കാം. പിന്നെ ഡെലിവറി ജോബുണ്ട്, മീൻസ് ഫുഡ് കൊടുക്കുന്ന ഓൾ ടൈലും വേറെ കുറേ ഉണ്ട്. നമുക്കല്ലാത്ത ഐറ്റംസുകൾ, കാര്യങ്ങൾ കുറേയൊക്കെ ഇവിടെ ഡെലിവറി ഓപ്ഷൻസ്, അതെല്ലാം ജോബ് കിട്ടും. പിന്നെ ഹോട്ടലിൽ ക്ലീനിങ്ങും റിസപ്ഷനായിട്ട് കിട്ടും. പിന്നെ വെയർ ഹൗസ് ജോബ്സ് കിട്ടും, ഇങ്ങനെ നമ്മളെ കടകളിലൊക്കെ ബാക്കിലൊക്കെ നിൽക്കുന്ന അങ്ങനത്തെ ഉള്ള ജോബുകളും കിട്ടും. പിന്നെ ഇതെല്ലാം ഏതാണ് നമ്മളെ ആപ്പ് ഇവിടെ ജോബ് കിട്ടാനെന്ന് പറഞ്ഞാൽ ഗ്ലോബോ, അത് ഡെലിവറി ജോബാണ്. സൈക്കിൾ അല്ലെങ്കിൽ ബൈക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. പിന്നെ വോൾട്ട്, അതേപോലെ ഫുഡ് ആപ്പാണ്, അതും ഹൈ ഡിമാൻഡുള്ള കിട്ടാനുള്ള ചാൻസാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ സൈറ്റ്, ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യില്ല, എന്നാലേ ഫുള്ള് അറിയാൻ പറ്റൂ. പിന്നെ job.ge ഉണ്ട്, ഇവിടുത്തെ ഒഫീഷ്യൽ സൈറ്റാണ്. അവിടെ കുറേ ജോബ് കാണും. പിന്നെ my.job.ge ആണ്. പിന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, അതാണ് വെരി ഇമ്പോർട്ടൻ്റ്. അതിൽ കുറേ നമുക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് തപ്പിയാൽ തന്നെ അറിയാൻ പറ്റും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ എവിടെയൊക്കെയാണ് ലിസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇടാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആരും അത് ഓർത്ത് വിഷമിക്കണ്ട, അത് അത്ര എളുപ്പമായിട്ടാണ് അവർ തന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ അറിയേണ്ടതായിരിക്കും സാലറി ഇവിടെ എത്രയാണ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റൊക്കെ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ സാലറി അവർ ആദ്യം ഒരു വില പറയും. ഫസ്റ്റ് കയറണപ്പം ചിലപ്പോൾ ഒരു 600-600 ജെല്ലായിരിക്കും, നാട്ടിൽ 20,000 രൂപ അടുപ്പിച്ച് വരും. അല്ലെങ്കിൽ ഒരു 800 മുതൽ 1200 വരെ അവർ റെസ്റ്റോറൻറ്റിൽ തരാം ഒരു മാസം. പിന്നെ ഡെലിവറി ഒക്കെ ആണെങ്കിൽ ഡിപ്പെൻസ് ആണ്, നമ്മൾ ഇതുപോലെ ഇരിക്കും എത്ര ഇതാക്കുന്നത് അത്. പക്ഷേ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 1000 മുതൽ 2000 ജെല്ല് വരെ നമുക്ക് ഡെലിവറിയിൽ ഒപ്പിക്കാം. സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും അങ്ങനെയാണ്, 700 തൊട്ട് 1000 ജെല്ല് വരെ കിട്ടും. എന്ന് പറഞ്ഞാൽ 1000 ജെല്ലെന്ന് പറഞ്ഞാൽ 30,000 രൂപയാണ്, അത് നിങ്ങൾ ആലോചിക്കണം. പിന്നെ അവർലി നമ്മൾ പണി ചെയ്യണതുകൊണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ 10 ജെല്ല് പെർ അവർ, അങ്ങനെയൊക്കെ 5 ജെല്ല് പെർ അവർ. അത് ഡിപ്പെൻസ് ആണ്, ഓരോ ആൾക്കാരും ഓരോ ജോലി നമ്മൾ എന്താണ് ചെയ്യുന്നത് അതനുസരിച്ച്. അതാണ് എത്ര നമ്മൾ സമയം എടുത്ത് ഇവിടെ വർക്ക് ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് ഇത് കിട്ടും. നൈറ്റ് വർക്ക് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്കെഡ്യൂൾ ചെയ്യാം. അടുത്ത് ചോദിച്ച് ക്ലാസ് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റുഡൻസിനെല്ലാം എളുപ്പമാണ്, വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വർക്കിംഗ് അവേഴ്സ് എല്ലാവരും ഒരു ഡൗട്ടായിരിക്കും. ഇപ്പോൾ പാർട്ട് ടൈം ആണെങ്കിൽ 6 മണിക്കൂർ വരെ ജോലി ചെയ്യണം. 5 മണിക്കൂർ തൊട്ട് 6 മണിക്കൂർ വരെ പെർ ഡേ ജോലി ചെയ്താലേ പറ്റും. പിന്നെ നല്ല രീതിയിൽ നമുക്ക് ഷിഫ്റ്റ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് രാത്രി വേണമെന്ന് പറഞ്ഞാൽ അവർ രാത്രി സെറ്റാക്കി തരും. നമുക്ക് ഇപ്പോൾ വേറൊരു ദിവസം വന്നിട്ട് നമുക്ക് എക്സാം ആണ് പറ്റൂല, അല്ലെങ്കിൽ വേറെ അതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെയൊക്കെ കാര്യമാണെങ്കിൽ പാടാണ്. അല്ലാതെ നോക്കണവർക്കൊക്കെ അവരെല്ലാം സെറ്റാക്കി തരും, നിങ്ങൾക്ക് ഇതാക്കിയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം അവർ സെറ്റാക്കി തരും. പിന്നെ എല്ലാ സ്റ്റുഡൻസിനും നല്ല രീതിയിൽ മാനേജ് ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ നല്ല എളുപ്പമാണ് ഇവിടെ. പിന്നെ എന്തൊക്കെയാണ് ഇവിടെ അപ്ലൈ ചെയ്യാനും ഇമ്പോർട്ടൻറ്റ് ടിപ്സ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കി വെക്കണം, അത് പാസ്പോർട്ട്, സ്റ്റുഡൻ്റ് ഐ ഡി, സ്റ്റുഡൻ്റ് ആണെങ്കിൽ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ സ്കാം ജോബ്സ് ഒക്കെ ഉണ്ട്, അതിൽ പോയി പെടല്. ഞാൻ പറഞ്ഞ ഈ സൈറ്റിലൊക്കെ അടിച്ചു നോക്കിയിട്ട് ജെന്യുവൻ ആണെന്ന് തോന്നിയാൽ മാത്രമേ നിങ്ങൾ അതിലോട്ട് അപ്ലൈ ചെയ്യാവൂ.
അത് നിങ്ങൾക്ക് കുറേയൊക്കെ സെർച്ച് ചെയ്തൊക്കെ നോക്കി എല്ലാം നോക്കിയിട്ട് സെറ്റ് ആക്കാവും. പിന്നെ വേറെ വല്ല നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ചാൽ മതി, ഞാനായാലും നിങ്ങൾക്ക് സഹായിക്കാം, കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. പിന്നെ ക്യാഷ് ജോബ് അല്ലെങ്കിൽ കോൺട്രാക്ട് ജോബ് അറിയണം. എന്തെങ്കിലുമൊക്കെ നമ്മൾ കോൺട്രാക്റ്റ് അവർ സെറ്റാക്കി തരും. അതില്ലാതെ നമ്മൾ പോയാൽ നമുക്ക് ചിലപ്പോൾ പെടും. നമ്മളൊക്കെ വെളിരാജ്യത്ത് വരണതുകൊണ്ട് പാടായിരിക്കും. പിന്നെ ഇംഗ്ലീഷ് എന്തായാലും അറിഞ്ഞിരിക്കണം. അത് പിന്നെ അറിയാമല്ലോ, നമ്മളെന്തായാലും വെളിയിൽ പഠിക്കാൻ വന്ന എല്ലാവർക്കും ഇംഗ്ലീഷ് എന്തായാലും അറിയായിരിക്കും. അതുകൊണ്ട് അത് ടെൻഷൻ വേണ്ട. എന്തായാലും ഇവിടെ കിട്ടാൻ എളുപ്പമാണ്. ഞാൻ കുറേ സൈറ്റിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പാർട്ട് ടൈം ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റിയുടെ സൈറ്റുകളും കാര്യങ്ങളും. പിന്നെ മെയിനായിട്ട് നിങ്ങളൊക്കെ ഓർത്തിരിക്കേണ്ടത് വർക്ക് പെർമിറ്റ് ഇവിടെ ഇപ്പോൾ പെർമനൻ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഇപ്പോൾ വർക്ക് പെർമിറ്റ് മീൻസ് ഇപ്പം അതൊരു 200 ജെല്ല് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഐ ബട്ടണിൽ ഇതിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ ചാനൽ കയറി നോക്കിയാൽ കാണാം. അത് നിങ്ങളെന്തായാലും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൽ ഒരു 200 ലാറി കൊടുത്ത് അത് അപേക്ഷിച്ചിട്ട് മാത്രമേ നമുക്ക് ഇഷ്ടമുള്ള കട. ഇപ്പോൾ ഇവിടെ സ്ട്രിക്റ്റ് ലോ വന്നുകൊണ്ട് അങ്ങനെയായി. ഇല്ലെങ്കിൽ ഇവിടെ പാർട്ട് ടൈം ജോബേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ജോലിക്കായിട്ട് പറഞ്ഞവർക്ക് പിന്നെ വേറെ വിഷയം കാണൂല. അവർക്ക് ഈ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അല്ലാതൊക്കെ നാട്ടിൽ നിന്ന് പറഞ്ഞവർ അവിടെ നിന്ന് സെറ്റാക്കിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പേടിക്കാനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. സ്റ്റുഡൻസിന് ഇവിടെ എളുപ്പമാണ്, പിന്നെ ഫോറിനേഴ്സിനായാലും എളുപ്പമാണ്, വേറെ ഏത് രാജ്യത്തിലുള്ളവർക്ക് എളുപ്പമാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആക്കിയ വർക്ക് പെർമിറ്റാണ്. അതൊന്നും നിങ്ങൾ നോക്കിക്കൊള്ളണം. ആ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽ ഉണ്ട്, അത് കണ്ടാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ഞാൻ എന്തായാലും നിങ്ങളെ സഹായിക്കും, അല്ലെങ്കിൽ റിപ്ലൈ ചെയ്യും. അതൊന്നും പേടിക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ യൂസ്ഫുൾ കണ്ടൻറ്റ് എല്ലാം വേണമെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെച്ചോ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻ ലഭിക്കൂ, പിന്നെ കാണാനും പറ്റുള്ളൂ. അപ്പം നിങ്ങൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് നാളെ കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.